പാവപ്പെട്ടവന്റെ സാമൂഹ്യ പെൻഷൻ 6 മാസം കുടിശ്ശികയായത് അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമല്ല, ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും ഈ സർക്കാർ ഒരു പാഠവും പഠിക്കുന്നില്ല എന്നാണ് മനസ്സിലാകേണ്ടത്. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ 18 മാസത്തെ കുടിശ്ശിക എന്ന പഴയ കാലത്തെ നുണ ധനകാര്യമന്ത്രി വീണ്ടും ആവർത്തിച്ചു. അദ്ദേഹം പറഞ്ഞതല്ലേ ഉള്ളൂ. രേഖ എന്റെ കയ്യിലാണുള്ളത്. അദ്ദേഹം ഒരു രേഖയില്ലാതാണ് പറഞ്ഞത്. 2016 തോമസ് ഐസക് പുറത്തിറക്കിയ ധവളപത്രമാണ് സാർ. ഇങ്ങനെ അദ്ദേഹം പറയട്ടെ, അതിന് മന്ത്രി മറുപടി പറയും. പ്ലീസ് ഒന്നും മിണ്ടാതിരിക്കവിടെ, ഒന്നും മിണ്ടാതിരിക്കേ സാറ്. 2016 തോമസ് ഐസക് ധനകാര്യമന്ത്രിയായപ്പോൾ പുറത്തിറക്കിയ വൈറ്റ് പേപ്പറാണ് സാർ എൻ്റെ കയ്യിലുള്ളത്. ആ വൈറ്റ് പേപ്പറിൽ പറയുന്നുണ്ട് അടിയന്തരവും ഹ്രസ്വകാല ബാധ്യതകളും അതിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക എന്ന് പറയുന്നത് 1000 കോടിയിൽ താഴെയാണ്, അതായത് 3 മാസത്തത്. ഇത് അങ്ങയുടെ പാർട്ടിയുടെ ധനകാര്യമന്ത്രി പുറത്തിറക്കുന്ന വൈറ്റ് പേപ്പറിന് യാതൊരു വിലയുമില്ല എന്നാണോ അങ്ങ് പറയുന്നത്, ബഹുമാനപ്പെട്ട ശ്രീ ബാലഗോപാൽ? 2, ഞാൻ അങ്ങയോട് കഴിഞ്ഞ തവണ ചോദിച്ചു, 18 മാസം കുടിശ്ശികയുണ്ടെങ്കിൽ നിങ്ങളുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് ആ കുടിശ്ശിക നിങ്ങൾ കൊടുത്തത് എന്നതിന്റെ രേഖ ഈ മേശപ്പുറത്ത് വെക്കാൻ പറഞ്ഞു. അങ്ങ് അതിന് മറുപടി തന്നിട്ടില്ല. 3, കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ ഈ ആവശ്യം ഉന്നയിച്ച് ഞാൻ ചോദ്യം ചോദിച്ചു. സ്പീക്കറോട് അറിയണം സാർ, ഒരു സഭാ സമ്മേളനം കഴിഞ്ഞിട്ടും ഇപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തിന്മേൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പോലും തന്നിട്ടില്ല സാർ. പിന്നെ എന്താ രേഖ? ശങ്കരാടിയുടെ കയ്യിലുള്ളതാണ് സാർ. കേരളത്തിൽ ആദ്യമായി സാമൂഹ്യ പെൻഷൻ ആരംഭിച്ചത് ആർ ശങ്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ്. ശ്രീ ആർ ശങ്കർ ധനകാര്യമന്ത്രി കൂടിയായിരുന്നു. അദ്ദേഹം 1960 ജൂൺ 24 ഈ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഓൾഡ് ഏജ് പെൻഷൻ അദ്ദേഹം പറയുന്നുണ്ട്, അക്കോർഡിംഗ് ടു ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആസ് എംബോഡീഡ് ഇൻ ആർട്ടിക്കിൾ 41 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആർ ശങ്കർ 70 വയസ്സ് പ്രായമായവർക്ക് ഓൾഡ് ഏജ് പെൻഷൻ കേരളത്തിൽ ആദ്യമായി പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് 63 വിധവ പെൻഷനും ആദ്യമായി കേരളത്തിൽ പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ 63 ബജറ്റിൽ. സാർ, ഇത് പൗരന്റെ ഭരണഘടനാപരമായ അവകാശമാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ, ഈ സർക്കാർ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലമുണ്ട്. ആ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇത് പെൻഷൻ അവകാശമല്ല, കേവലം സഹായമാണെന്നാണ്. സാർ, അതിങ്ങനെ പറയുന്നു, ദോ നെയ്മഡ് പെൻഷൻ ഇറ്റ് ഈസ് ഓൺലി ആൻ അസിസ്റ്റൻസ്. ഗവൺമെന്റ് ഹാസ് ദ അതോറിറ്റി ടു ഡിസൈഡ് when to disperse the pension, what rate it is to be disbursed. സാർ, ഇത് ഭരണഘടനാപരമായ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ സാറ് ഓൾഡ് ഏജ് പെൻഷൻ പ്രഖ്യാപിച്ചിട്ട് ഈ സർക്കാർ ഹൈക്കോടതിയിൽ പറയുകയാണ് ഇത് സർക്കാരിന്റെ ഔദാര്യമാണ്, പൗരന്റെ അവകാശമല്ല എന്ന് പറയുന്നത്. സാർ, ഇതൊരു വെൽഫെയർ സ്റ്റേറ്റിന്റെ കടമയാണ് സാർ. ഒരു പൗരന് വാർദ്ധക്യം, ഭിന്നശേഷി, ദുർബലർ ഇവരെ സംരക്ഷിക്കുക എന്നുള്ളതൊരു വെൽഫെയർ സ്റ്റേറ്റിന്റെ കടമയിൽപ്പെടുന്നതാണ്. അതാണ് ആർട്ടിക്കിൾ 41 പറയുന്നത്. ഇതിൽ നിന്നും ഈ സർക്കാർ പതിയെ പിന്മാറുന്നു എന്ന ആശങ്കയാണ് സാർ ഈ സഭയുടെ മുൻപാകെ ഞങ്ങൾ വയ്ക്കുന്നത്. സാർ, നിങ്ങൾ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതിലൊന്ന് ഞാൻ ക്ലിയർ ചെയ്തു, ഉമ്മൻചാണ്ടിയുടെ കാലത്തെ 18 മാസത്തെ കുടിശ്ശികയുടെ കള്ളക്കണക്ക്. 2, നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെൻഷൻ 2500 രൂപയാക്കും, എല്ലാ മാസവും മുടങ്ങാതെ നൽകും. സാർ, അതാണിപ്പോൾ 6 മാസം കുടിശ്ശികയായിരിക്കുന്നത്.